സോ നമ്മൾ ഇതുവരെ പറഞ്ഞത് അതിൻ്റെ അനോമലീസിനെ കുറിച്ചും ഒരു ഡാറ്റാബേസ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന അനോമലീസിനെ കുറിച്ചും ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്താണെന്നുമാണ്. അത് കണ്ടിട്ടില്ല എങ്കിൽ ആ വീഡിയോസ് കണ്ട് അത് പഠിച്ച ശേഷം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ഇത് കാണുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എല്ലാം ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും മീനിങ് ആണ് അത് ഉദ്ദേശിക്കുന്നത്. ഓരോന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയാണ് ഒരു ഡേറ്റാബേസ് ഡിസൈനർ ആ ഒരു ഫങ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ആട്രിബ്യൂട്ട് ഈ ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്തത്. അങ്ങനെ ഒരു കാര്യം ഒരു ആട്രിബ്യൂട്ട് ഇതിനു വേണ്ടി ഒരു ഡേറ്റാബേസിൽ ഒരു ടേബിളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു മീനിങ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ സിമാൻറ്റിക്സ് ആണ് ആക്ച്വലി ആ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസി കൊണ്ട് ആ ഡേറ്റാബേസ് ഡിസൈനർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഒരു ഡേറ്റാബേസ് ഡിസൈനർ ഒരു ടേബിൾ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും പറയുന്നുണ്ട്. എന്തെല്ലാം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസാണ് ഈ ആട്രിബ്യൂട്ട്സ് തമ്മിൽ വരുന്നത്. ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് പറയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള മീനിങ്, നമ്മൾ എന്ത് ഡേറ്റയാണ് നമ്മൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നത്, ആ ഡേറ്റയുടെ മീനിങ് എന്താണെന്നുള്ളത് നമുക്ക് ആക്ച്വലി കിട്ടുന്നത് ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി വഴിയാണ്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു റൂമിനകത്ത് ഒരു സ്റ്റുഡൻറ്റേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ് നമുക്ക് ആ ടേബിളിൽ ഡേറ്റാബേസിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു ഡിപ്പെൻഡൻസി സ്പെസിഫൈ ചെയ്തുകൊണ്ടാണ്. അതുപോലെയാണ് എല്ലാ ഡിപ്പെൻഡൻസീസും. ഇപ്പോൾ ഡയറക്റ്റ്ലി ഒരു ഡേറ്റാബേസ് ഡിസൈനർ കുറേ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറഞ്ഞിട്ടുണ്ടാവും. ഇന്നതൊക്കെയാണ് ഇതിനകത്തുള്ള ഈ ഒരു ടേബിളിൽ വരുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ഡിപ്പെൻഡൻസീസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇത്രയും ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് മാത്രമല്ല അതിനകത്ത് വാലിഡ് ആയിട്ടുള്ളത്. ഈ ഒരു ഡിപ്പെൻഡൻസി പറയുമ്പോൾ തന്നെ എക്സാമ്പിൾ ഇപ്പോൾ ഹോസ്റ്റൽ നമ്പർ ആൻഡ് റൂം നമ്പർ ഡിറ്റർമിൻസ് അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡിപ്പെൻഡൻസി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോസ്റ്റലിൻ്റെ പേരും റൂം നമ്പറും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂമിൽ ഒരാളെ ഉള്ളൂ എങ്കിൽ അത് ആരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അയാളുടെ അഡ്മിഷൻ നമ്പർ നമുക്ക് കിട്ടും എന്ന് പറയുമ്പോൾ ആ യുണീക്ക്ലി ആ ഒരു പേഴ്സണിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റും ആരാണത്, അല്ലെങ്കിൽ അയാളുടെ അഡ്മിഷൻ നമ്പർ എന്താണെന്ന് യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്, ഹോസ്റ്റൽ നെയിം ആൻഡ് റൂം നമ്പർ ഡിറ്റർമിൻസ് അഡ്മിഷൻ നമ്പർ എന്നുള്ളത്. പക്ഷേ അത് ഒരു ഡിപ്പെൻഡൻസി ആയിട്ട് ഡിസൈനർ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രമല്ല അതിനകത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി. ഇപ്പോൾ ഹോസ്റ്റൽ നെയിമും റൂം നമ്പറും ഉണ്ടെങ്കിൽ അഡ്മിഷൻ നമ്പർ മാത്രമല്ല, അഡ്മിഷൻ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് വേറെ പലതും കണ്ടുപിടിക്കാം. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അയാളുടെ പേരെന്താണെന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റൽ നെയിമും റൂം നമ്പറും ഉണ്ടെങ്കിൽ ആളുടെ പേര് കിട്ടും എന്നുള്ളതാണ്. സോ അതും ഒരു ഡിപ്പെൻഡൻസി അതിനകത്ത് വാലിഡാണ്. പക്ഷേ നമ്മൾ എക്സ്ക്ലൂസീവ്ലി അത് സ്പെസിഫൈ ചെയ്യണമെന്നില്ല, നമ്മൾ അഡ്മിഷൻ നമ്പർ മാത്രമായിരിക്കും പറയുന്നത്. സോ ഒരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് സ്പെസിഫൈ ചെയ്യുമ്പോൾ എല്ലാ ഫങ്ഷണൽ ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും സ്പെസിഫൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ആയിരിക്കും ഡിസൈനർ സ്പെസിഫൈ ചെയ്യുന്നത്. അതിൽ നിന്നും നമുക്ക് വേറെ ഒരുപാട് സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ നിന്നും അതിൽ നിന്നും വാലിഡ് ആയിട്ടുള്ള എല്ലാ ഡിപ്പെൻഡൻസീസും ഇൻഫർ ചെയ്തെടുത്തു എന്ന് വിചാരിക്കുക. അതിൽ നിന്നും വാലിഡായിട്ട് ഇൻഫർ എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കിട്ടാവുന്ന ഏതെല്ലാം ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ടോ അതിൻ്റെ എല്ലാം കൂടെ ഒരു സെറ്റാണ് ക്ലോഷർ ഓഫ് ദാറ്റ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു എഫ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി ഉണ്ട്, അതിൽ നിന്ന് ഇൻഫർ ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൻ്റെയും കൂടെ ചേർന്നുള്ളൊരു സൂപ്പർ സെറ്റായിട്ട് വരുന്ന കാര്യമാണ് ആക്ച്വലി ക്ലോഷർ ഓഫ് എഫ് എന്ന് പറയുന്നത്. നമ്മളതിനെ എഫ് പ്ലസ് എന്നുള്ള രീതിയിലായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളിത് എങ്ങനെയാണ് ആ എല്ലാ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും കണ്ടുപിടിക്കുന്നത് വെച്ചാൽ അത് കുറേ ഇൻഫറൻസ് റൂൾസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം DCSൽ ലാസ്റ്റ് 2 മോഡ്യൂൾസിൽ പഠിച്ചിട്ടുണ്ട് കുറേ ഇൻഫറൻസ് റൂൾസ്. കുറേ
ഇപ്പോൾ റിഫ്ലെക്സീവ് എന്നും ട്രാൻസിറ്റീവ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റൂൾസ് പഠിക്കുന്നുണ്ട്. അതുപോലത്തെ റൂൾസ് തന്നെയാണ് നമ്മളിവിടെ ആപ്ലിക്കബിൾ ആക്കുന്നത്. ഈ ഒരു ഡിപ്പെൻഡൻസി പറഞ്ഞിട്ട് അതിൽ നിന്നും കുറേ ഇൻഫറൻസ് റൂൾസ് പറയും. ആ റൂൾസ് യൂസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നു. ഒരു സെറ്റിൽ നിന്നും കണ്ടുപിടിക്കാൻ പറ്റുന്ന ഫുൾ സെറ്റ് ഓഫ് ഡിപ്പെൻഡൻസീസ് ആണ് ക്ലോഷർ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ റിഫ്ലെക്സിവിറ്റി എന്നുള്ള റൂളാണ്. അപ്പോൾ നമ്മൾ റൂൾസ് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് നമ്മൾ എടുത്തേക്കുന്ന ഒരു 3 കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പിളായിട്ട് എടുത്തേക്കുന്നതാണ് എ ബി സി എന്ന് പറയുന്ന 3 സെറ്റ്. എയും ബിയും സി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. മേ ബി എ ഈസ് എ സിംഗിൾ ആട്രിബ്യൂട്ട് ഓർ മേ ബി എ ബി സി ആർ സെറ്റ് ഓഫ് വൺ ഓർ മോർ ആട്രിബ്യൂട്ട്സ്. സോ ഫസ്റ്റ് വൺ റിഫ്ലെക്സിവിറ്റി. റിഫ്ലെക്സിവിറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി പറഞ്ഞപ്പോൾ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് എന്നുള്ള കാര്യം പറഞ്ഞു. അത് എപ്പോഴും ഏതൊരു റിലേഷൻ എടുത്താലും അതിനകത്ത് വാലിഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് ഈ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. ആ ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയുടെ കാര്യമാണ് ആക്ച്വലി റിഫ്ലെക്സിവിറ്റിയിൽ പറയുന്നത്. ഇപ്പോൾ 2 സെറ്റ് എയും ബിയും ഉണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് എയുടെ സബ്സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ എ ക്യാൻ ഡിറ്റർമിൻ ബി. അതാണ് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസിൽ ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞൊരു കാര്യം. ഇപ്പോൾ എ ഡിറ്റർമിൻസ് എ എന്നുള്ളത് പറയുന്നു, അല്ലെങ്കിൽ എ ഡിറ്റർമിൻസ് ബി പറയുന്നു, ബി ഈ സബ്സെറ്റ് ഓഫ് എ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആക്ച്വലി റിഫ്ലെക്സിവിറ്റി എന്നുള്ള റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നു, ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞൊരു സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഈസ് എ സെറ്റ് എ, ലാസ്റ്റ് നെയിം എന്ന് പറയുന്നത് സെറ്റ് ബി. അപ്പോൾ എ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം ടുഗദർ ക്യാൻ ഡിറ്റർമിൻ ലാസ്റ്റ് നെയിം. ഒരാളുടെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എന്താണെന്ന് അറിയാമെങ്കിൽ അയാളുടെ ലാസ്റ്റ് നെയിം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്ന് പറയുന്നത് പോലെ ഉള്ളത്. ട്രിവിയൽ ആയിട്ടുള്ളൊരു ഫങ്ഷണൽ ഡിപ്പെൻഡൻസിയാണ് റിഫ്ലെക്സിവിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഇത് വെച്ച് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ ഓഗ്മെൻറ്റേഷൻ. ഓഗ്മെൻറ്റേഷൻ പറയുന്നത് എ ബി സി 3 സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എ ഡിറ്റർമിൻസ് ബി ഉണ്ട്. സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എ സി എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്ത് എയുടെയും സിയുടെയും ആട്രിബ്യൂട്ട്സ് ഒരുമിച്ചാക്കി ഒരു സെറ്റാക്കി, അതാണ് എ സി. അത് വെച്ചിട്ട് ബിയുടെയും സിയുടെയും ആട്രിബ്യൂട്ട്സ് ഒരുമിച്ചാക്കി എടുക്കാം. അതായത് എയും സിയും യൂസ് ചെയ്ത് ബിയിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും സിയിലുള്ള എല്ലാ ആട്രിബ്യൂട്ട്സും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. അതായത് സി എന്ന് പറഞ്ഞ വേറൊരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ടെങ്കിൽ അതിനെ എനിക്ക് എയുടെയും ബിയുടെയും കൂടെ ചേർത്ത് വെച്ചിട്ട് ആ ഡിപ്പെൻഡൻസിയിൽ നിന്ന് പുതിയൊരു ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യാം. എ ഡിറ്റർമിൻസ് ബി എന്ന് പറയുന്നത് വാലിഡ് ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻസി ആണെങ്കിൽ, സി എന്നുള്ള വേറൊരു സെറ്റ് ആണെങ്കിൽ എ സി ഡിറ്റർമിൻസ് ബി സി എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതാണ് ഓഗ്മെൻറ്റേഷൻ റൂൾ. എക്സാമ്പിൾ, ഇപ്പോൾ രജിസ്റ്റർ നമ്പർ ഡിറ്റർമിൻസ് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം. അങ്ങനെയാണെങ്കിൽ രജിസ്റ്റർ നമ്പർ അഡ്രസ് ടുഗദർ ക്യാൻ ഡിറ്റർമിൻ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ആൻഡ് അഡ്രസ്. ഓക്കെ, അഡ്രസ്സ് എന്നുള്ളത് നമുക്ക് അഡീഷണലി എൻ്റെ 2 സൈഡിലും കൂടെ ചേർത്ത് കൊടുക്കാൻ പറ്റും. നമ്മളൊരു ഇക്വേഷൻ പോലെ കൺസിഡർ ചെയ്താൽ മതി. 4 = 2 × 2 എന്ന് എഴുതി എന്ന് പറഞ്ഞാൽ 4 × 3 = 2 × 2 × 3. അതുപോലെ പറയുന്നത് 2 സൈഡിലും ഇക്വേറ്റ് ചെയ്ത് 2 സൈഡിലും നമ്മളിപ്പോൾ എ = ബി എന്നുണ്ടെങ്കിൽ എ × ബി = സി, എ × സി = ബി × സി എന്ന് എഴുതുന്നു. അത് തന്നെയാണ് എഫക്റ്റ്. ആൻഡ് തേർഡ് വൺ ഈസ് ട്രാൻസിറ്റിവിറ്റി. ട്രാൻസിറ്റിവിറ്റി നിങ്ങൾ നേരത്തെ ഒക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതായിരിക്കും. DCSലൊക്കെ കുറേ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടായിരുന്നതാണ്. എ ഡിറ്റർമിൻസ് ബി എന്ന് ഒരു ഡിപ്പെൻഡൻസി ഉണ്ട്. ബി ഡിറ്റർമിൻസ് സി എന്നുള്ളൊരു ഡിപ്പെൻഡൻസി ഉണ്ട് എങ്കിൽ, ഇത് രണ്ടും ഉണ്ട് എങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസി ആണെങ്കിൽ എ ഡിറ്റർമിൻസ് സി എന്നുള്ളതും അതിനകത്തുണ്ട്. അല്ലെങ്കിൽ അത് വെച്ച് നമുക്ക് ഇൻഫർ ചെയ്യാം. എ ഡിറ്റർമിൻസ് ബിയും ഉണ്ട്, ബി ഡിറ്റർമിൻസ് സിയും ഉണ്ടെങ്കിൽ എ ഡിറ്റർമിൻസ് സി ഉണ്ടായിരിക്കും. റോൾ നമ്പർ യൂസ് ചെയ്ത് അഡ്രസ്സ് ഡിറ്റർമിൻ ചെയ്യുന്നു. അഡ്രസ്സ് യൂസ് ചെയ്ത് പിൻകോഡ് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ റോൾ നമ്പർ യൂസ് ചെയ്ത് തന്നെ പിൻകോഡ് എന്താണെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഫോർത്ത് വൺ ഈസ് യൂണിയൻ.
യൂണിയൻ പറയുന്നത് എ ഡിറ്റർമിൻസ് ബി ഉണ്ട്, എ ഡിറ്റർമിൻസ് സിയും ഉണ്ട്. ട്രാൻസിറ്റീവ് പോലെയല്ല, എ ഡിറ്റർമിൻസ് ബി ആൻഡ് എ ഡിറ്റർമിൻസ് സി. അങ്ങനെയാണെങ്കിൽ എ ഡിറ്റർമിൻസ് ബി സി എന്ന് നമുക്ക് ഒരുമിച്ച് പറയാം. ബി എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ടാണ്, സി എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ രണ്ടും കൂടെ ചേർത്തൊരു സൂപ്പർ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതായത് എ ക്യാൻ ഡിറ്റർമിൻ ദ ഹോൾ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. അതാണ് യൂണിയൻ. എക്സാമ്പിൾ, റോൾ നമ്പർ ക്യാൻ ബി യൂസ് ടു ഡിറ്റർമിൻ നെയിം. ദാറ്റ് മീൻസ് റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം ആൻഡ് റോൾ നമ്പർ ഡിറ്റർമിൻസ് അഡ്രസ്. ദാറ്റ് മീൻസ് രണ്ട് സ്റ്റേറ്റ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിപ്പെൻഡൻസിയെ നമുക്ക് ഒരുമിച്ച് എഴുതാൻ സാധിക്കും. അതാണ് യൂണിയൻ റൂൾ. റോൾ നമ്പർ ക്യാൻ ഡിറ്റർമിൻ നെയിം ആൻഡ് അഡ്രസ്. ഫിഫ്ത്ത് വൺ, കോമ്പോസിഷൻ. നമുക്കിപ്പോൾ എ ഡിറ്റർമിൻസ് ബി ആൻഡ് എക്സ് ഡിറ്റർമിൻസ് വൈ, രണ്ട് ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എ എക്സ് ക്യാൻ ഡിറ്റർമിൻസ് ബി വൈ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അതാണ് കോമ്പോസിഷൻ റൂൾ പറയുന്നത്. രണ്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആട്രിബ്യൂട്ട്സുകളാണ്. അതിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും കൂടെ നമുക്ക് യൂണിയൻ ചെയ്യാം. റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം, അഡ്മിഷൻ നമ്പർ ഡിറ്റർമിൻസ് അഡ്രസ്. ദെൻ റോൾ നമ്പർ ആൻഡ് അഡ്മിഷൻ നമ്പർ ടുഗദർ ക്യാൻ ഡിറ്റർമിൻ നെയിം ആൻഡ് അഡ്രസ്. ആൻഡ് സിക്സ്ത് വൺ ഈസ് ഡീകമ്പോസിഷൻ റൂൾ. നമുക്കിപ്പോൾ യൂണിയൻ എന്നുള്ള പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് ഡീകമ്പോസിഷൻ. അതായത് എ ഡിറ്റർമിൻസ് ബി സി എന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഇസ് എ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്, സിയും സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് എനിക്ക് എഴുതാൻ കഴിയും. എ ഡിറ്റർമിൻസ് ബി ആൻഡ് എ ഡിറ്റർമിൻസ് സി. ഇതാണ് നമ്മൾ യൂണിയനിൽ പറഞ്ഞത്. എ ഡിറ്റർമിൻസ് ബി എന്നും എ ഡിറ്റർമിൻസ് സി എന്നും ഉണ്ടെങ്കിൽ നമുക്കതിനെ ചേർത്ത് എ ഡിറ്റർമിൻസ് ബി സി എന്ന് എഴുതാം. ഒരുമിച്ച് എഴുതാം, സെപ്പറേറ്റ് ചെയ്തും എഴുതാം. അതാണ് യൂണിയനും ഡീകമ്പോസിഷൻ എന്നുള്ള റൂൾസ്. നമുക്ക് സംതിങ് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് വേറൊരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സിനെ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ സെറ്റായിട്ടും പറയാം. അല്ല, ഓരോന്നും ഓരോ ആട്രിബ്യൂട്ടിനെയും സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞ് ഡിഫറെൻറ്റ് ഡിപ്പെൻഡൻസീസ് ആയിട്ടും പറയാം. അതാണ് യൂണിയനും ഡീകമ്പോസിഷനും. എക്സാമ്പിൾ പറയുന്നത്, റോൾ നമ്പർ യൂസ് ചെയ്ത് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് തന്നെയാണ് റോൾ നമ്പർ യൂസ് ചെയ്ത് ഫസ്റ്റ് നെയിമിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, റോൾ നമ്പർ യൂസ് ചെയ്ത് ലാസ്റ്റ് നെയിമിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. രണ്ടും സെപ്പറേറ്റ് ഡിപ്പെൻഡൻസീസ് ആയിട്ട് പറയുന്നു, മറ്റേത് ഒരുമിച്ച് പറയുന്നു. രണ്ടായാലും സെയിം തന്നെ, രണ്ടും ഈക്വലാണ്. സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി. സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി പറയുന്നത് എ ഡിറ്റർമിൻസ് ബി ഉണ്ട്, ബി ഡിറ്റർമിൻസ് ഡി അല്ല, ബി സി ഡിറ്റർമിൻസ് ഡി ആണുള്ളത്. ട്രാൻസിറ്റിവിറ്റി റൂളിൽ നമ്മൾ പറയുന്നത് എ ഡിറ്റർമിൻസ് ബിയും ബി ഡിറ്റർമിൻസ് സിയും ആണെങ്കിൽ എ ഡിറ്റർമിൻസ് എ സി ഉണ്ട്. ഇവിടെ ഇപ്പോൾ എ ഡിറ്റർമിൻസ് ബി ആണ്, ബി ഡിറ്റർമിൻസ് ഡി അല്ല, ബി സി ഡിറ്റർമിൻസ് ഡി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ എ ഡിറ്റർമിൻസ് ഡി എന്നുള്ളതിന് പകരം എ സി ഡിറ്റർമിൻസ് ഡി എന്നാവും. ഇതാണ് സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി. എക്സാമ്പിൾ, റോൾ നമ്പർ ഡിറ്റർമിൻസ് നെയിം. Name and marks together can determine percentage. അങ്ങനെയാണെങ്കിൽ റോൾ നമ്പർ ആൻഡ് മാർക്സ് ടുഗദർ ക്യാൻ ഡിറ്റർമിൻ പെർസെൻറ്റേജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് നമുക്കുള്ള റൂൾസ്, ഇൻഫറൻസ് റൂൾസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, റിഫ്ലെക്സിവിറ്റി റൂൾ, ഓഗ്മെൻറ്റേഷൻ റൂൾ ആൻഡ് ട്രാൻസിറ്റിവിറ്റി റൂൾ, എന്താണെന്ന് ഓർമ്മ വരുന്നില്ലെങ്കിൽ പുറകിലോട്ട് പോയി നോക്കുക, പറഞ്ഞത് എന്താണെന്ന് നോക്കുക. ഈ 3 റൂൾസിനെയാണ് നമ്മൾ ആംസ്ട്രോങ്സ് ആക്സിയോംസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ആക്സിയോംസ് എന്തൊക്കെയാണെന്നുള്ളത്. ഈ 3 റൂളുമാണ്. ഈ 3 റൂളും മാത്രം മതി നമുക്ക് ക്ലോഷർ കണ്ടുപിടിക്കാൻ. കാരണം മറ്റേത് എല്ലാ റൂൾസും വേണമെന്നില്ല. നമ്മളിപ്പോൾ ബേസിക് ആയിട്ട് ഗേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും നോട്ടും കൂടാണ് ബേസിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ആ 3 കാര്യങ്ങൾ യൂസ് ചെയ്ത് ഇനി ഏത് ഗേറ്റ് വേണോ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം, ഏത് ഫംഗ്ഷൻ വേണോ ചെയ്യാം എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് കുറേ സെറ്റ് ഓഫ് ഇൻഫറൻസ് റൂൾസ് ഉണ്ട്. അതിൽ ഈ 3 റൂൾസ് മാത്രം മതി, ഏത് റൂൾ വേണോ നമുക്ക് അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതായത് വാലിഡ് ആയിട്ടുള്ള ഏത് റൂളും ഈ 3 റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ ആംസ്ട്രോങ്സ് ആക്സിയോംസ് എന്ന് പറയുന്നത്. ഇനി ഇത് യൂസ് ചെയ്ത് കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്
കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ, നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട് ഇ. ആ റിലേഷനകത്ത് പി ക്യു ആർ എസ് ടി യു ആട്രിബ്യൂട്ട്സ് ഉണ്ട്. 6 ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഈ 6 ആട്രിബ്യൂട്ട്സ് തമ്മിൽ കുറേ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അത് നമുക്ക് തന്നിട്ടുണ്ട്. പി ഡിറ്റർമിൻസ് ക്യൂ, പി ഡിറ്റർമിൻസ് ആർ, ക്യു ആർ ഡിറ്റർമിൻസ് എസ്, എസ് ഡിറ്റർമിൻസ് ക്യൂ ഡിറ്റർമിൻസ് ടി, ക്യു ആർ ഡിറ്റർമിൻസ് യു ആൻഡ് പി ആർ ഡിറ്റർമിൻസ് യു. ഇത്രയും സെറ്റ് ഓഫ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും ഉണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഷോ യൂസിങ് ദ ഇൻഫറൻസ് റൂൾസ് ദാറ്റ് ദ ഫോളോയിങ് ഡിപ്പെൻഡൻസീസ് ക്യാൻ ബി ഇൻഫേർഡ് ഫ്രം ദ എബോവ് സെറ്റ്. 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. പി ഡിറ്റർമിൻസ് ടി, അത് പ്രൂവ് ചെയ്യണം. നമ്മൾ ഓൾറെഡി നമുക്ക് തന്നേക്കുന്ന ഈ ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസ് യൂസ് ചെയ്ത് പി ഡിറ്റർമിൻസ് ടി എന്നുള്ള ഒരു റൂൾ അല്ലെങ്കിൽ ഒരു ഡിപ്പെൻഡൻസി ഇതിനകത്ത് വാലിഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. നമുക്ക് നേരത്തെ പറഞ്ഞ ഇൻഫറൻസ് റൂൾസ് 7 എണ്ണം ഉണ്ട്. ആ 7ൽ ഏത് വേണോ യൂസ് ചെയ്യാം. ഈ തന്നേക്കുന്ന റൂൾസും ഈ തന്നേക്കുന്ന ഫങ്ഷണൽ ഡിപ്പെൻഡൻസീസും നേരത്തെ നമുക്കുള്ള 7 റൂൾസും ഉണ്ട്. ആ 7 റൂൾസും ഏതെങ്കിലും യൂസ് ചെയ്ത് നമ്മളിത് പ്രൂവ് ചെയ്ത് കാണിക്കണം. നമുക്ക് 4 കാര്യങ്ങളാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ, നമുക്ക് തന്നേക്കുന്ന ഡിപ്പെൻഡൻസീസ് എല്ലാം എഴുതുക. നമുക്ക് തന്നേക്കുന്നത് ഇത്രയും 6 കാര്യങ്ങളാണ്. 6 ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഫസ്റ്റ് വൺ, പി ഡിറ്റർമിൻസ് ടി എന്നുള്ളത് പ്രൂവ് ചെയ്യണം. നമുക്ക് തന്നേക്കുന്ന പഴയ ഇതിൽ നിന്നും പി ഡിറ്റർമിൻസ് ക്യൂ എന്നുള്ളൊരു കാര്യമുണ്ട്, ക്യൂ ഡിറ്റർമിൻസ് ടി എന്നുള്ളതുണ്ട്. അപ്പോൾ ട്രാൻസിറ്റീവ് റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു കാര്യം കിട്ടും, പി ഡിറ്റർമിൻസ് ടി എന്നുള്ളത് കിട്ടും. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മൾ അതിൻ്റെ ആൻസർ എഴുതുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പി ഡിറ്റർമിൻസ് ക്യൂ ഇസ് ഗീവൺ ഇൻ ദ ക്വസ്റ്റ്യൻ, ക്യൂ ഡിറ്റർമിൻസ് ടി ഇസ് ഓൾസോ ഗീവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. 1 and 2 ഡിപ്പെൻഡൻസീസ് എടുക്കുക. അതിൽ ട്രാൻസിറ്റീവ് റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പി ഡിറ്റർമിൻസ് ടി എന്നുള്ളത് കിട്ടും. അതാണ് നമ്മൾ എഴുതുന്നത്. സോ ഇറ്റ് ഇസ് പ്രൂവ്ഡ്. ജസ്റ്റ് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ എനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന പി ഡിറ്റർമിൻസ് ക്യൂവും ക്യൂ ഡിറ്റർമിൻസ് ടിയും തന്നിട്ടുണ്ട്. ട്രാൻസിറ്റീവ് റൂൾ യൂസ് ചെയ്ത് 1ലും 2ലും ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലും സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലും ട്രാൻസിറ്റീവ് റൂളും കൂടെ യൂസ് ചെയ്യുമ്പോൾ പി ഡിറ്റർമിൻസ് ടി എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് വൺ, പി ആർ ഡിറ്റർമിൻസ് എസ് പ്രൂവ് ചെയ്യണം. പി ആർ ഡിറ്റർമിൻസ് എസ് പ്രൂവ് ചെയ്യാനായിട്ട് പി ഡിറ്റർമിൻസ് ക്യൂ എന്നുള്ളത് നമ്മളതിലുണ്ട്, ക്യു ആർ ഡിറ്റർമിൻസ് എസ്സും ഉണ്ട്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എന്നുള്ള 7th റൂൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി എന്നുള്ള റൂളും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പി ആർ ഡിറ്റർമിൻസ് എസ് എന്നുള്ളത് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ, ക്യു ആർ ഡിറ്റർമിൻസ് എസ് യു. അതും സെയിം തന്നെ, യൂണിയൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. നമുക്ക് 2 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ക്യു ആർ ഡിറ്റർമിൻസ് എസ് ഉണ്ട്, ക്യു ആർ ഡിറ്റർമിൻസ് യു ഉണ്ട്. അപ്പോൾ ക്യു ആർ ഡിറ്റർമിൻസ് എസ് യു കണ്ടുപിടിക്കാനായിട്ട് രണ്ടും കൂടെ ചേർത്ത് യൂണിയൻ ചെയ്താൽ മതി. ഓക്കെ, ലാസ്റ്റ് വൺ, പി ആർ ഡിറ്റർമിൻസ് എസ് യു. ഇത് കിട്ടണമെങ്കിൽ ഒന്നിൽ കൂടുതൽ ഡയറക്റ്റ്ലി നമുക്ക് കിട്ടുന്നില്ല, നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പ് വേണ്ടി വരും. അതായത് 2 സ്റ്റെപ്പ്, പി ഡിറ്റർമിൻസ് ക്യൂ, ക്യു ആർ ഡിറ്റർമിൻസ് എസ് എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും പി ആർ ഡിറ്റർമിൻസ് എസ് എന്നുള്ളത് നമുക്ക് കിട്ടും സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി വെച്ച്. പി ആർ ഡിറ്റർമിൻസ് എസ് എന്നുള്ളത് കിട്ടിയാൽ ഇതെങ്ങനെയാണ് ആക്ച്വലി ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനെ എടുക്കണം എന്നുള്ളത് എങ്ങനെ മനസ്സിലാവും? നമ്മൾ പ്രൂവ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കുക. പി ആർ ഡിറ്റർമിൻസ് എസ് യു എന്നുള്ളതാണ് നമുക്ക് കിട്ടാനുള്ളത്. പി ആർ എന്നുള്ള കാര്യം എവിടെയെങ്കിലും നമുക്ക് തന്നിട്ടുള്ള സെറ്റിൽ വന്നിട്ടുണ്ടോ? നമുക്ക് 6 ഡിപ്പെൻഡൻസീസ് തന്നിട്ടുണ്ട്. അതിൽ പി ആർ ഡിറ്റർമിൻസ് എന്ന് പറഞ്ഞ് വരുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് വൺ ഉണ്ട്. സോ പി ആർ ഡിറ്റർമിൻസ് യു എന്നുള്ളതുണ്ട്. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായി കഴിഞ്ഞു പി ആർ ഡിറ്റർമിൻസ് യു എന്നുള്ളത്. ഒരു പി ആർ ഡിറ്റർമിൻസ് എസ്സും കൂടെ ഉണ്ട് എങ്കിൽ അത് രണ്ടും കൂടെ യൂണിയൻ ചെയ്താൽ എനിക്ക് ആൻസർ കിട്ടും. ഓക്കെ, പി ആർ ഡിറ്റർമിൻസ് യുവും പി ആർ ഡിറ്റർമിൻസ് എസ്സും ഉണ്ടെങ്കിൽ പി ആർ ഡിറ്റർമിൻസ് എസ് യു എന്നുള്ളത് നമുക്ക് എഴുതാം. പക്ഷേ പി ആർ ഡിറ്റർമിൻസ് യു ഉണ്ട്, പക്ഷേ വേറെ പി ആർ ഒന്നുമില്ല. അപ്പോൾ എസ് ഡിറ്റർമിൻ ചെയ്യുന്ന വേറെ ഏതെല്ലാം ഉണ്ടെന്ന് നോക്കുക. എസ്സിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എസ് ഡിറ്റർമിൻ സംതിങ് എന്നല്ല, സംതിങ് ഡിറ്റർമിൻസ് എസ് എന്ന് വരുന്ന രീതിയിൽ ഏതൊക്കെയുണ്ട്? തേർഡ് വൺ അങ്ങനെയാണ്, ക്യു ആർ ഡിറ്റർമിൻസ് എസ് എന്നുണ്ട്. സോ
നമുക്ക് എസ് കിട്ടാൻ വേണ്ടി QR യൂസ് ചെയ്താൽ കിട്ടും. അപ്പോൾ QR-നെ PR വെച്ച് QR കിട്ടുമോ എന്നുള്ളത് നോക്കണം. കാരണം നമുക്ക് ക്വസ്റ്റ്യനിൽ PR ഡിറ്റർമിൻസ് S എന്നാണ് കിട്ടേണ്ടത്. കാരണം PR ഡിറ്റർമിൻസ് U ഉണ്ട് ഓൾറെഡി. അപ്പോൾ PR ഡിറ്റർമിൻസ് S കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ആവും. അപ്പോൾ PR ഡിറ്റർമിൻസ് S വേണമെങ്കിൽ എസ്സിനെ QR ഡിറ്റർമിൻസ് S ആണ് നമുക്കുള്ളത്. അപ്പോൾ ട്രാൻസിറ്റീവ് റൂൾ അപ്ലൈ ചെയ്ത് വേണമെങ്കിൽ നമുക്ക് എത്തിക്കാം. അതിനുവേണ്ടി PR ഡിറ്റർമിൻസ് QR ഉണ്ടോ എന്ന് അറിയണം. അങ്ങനെ വരുമോ? P ഡിറ്റർമിൻസ് Q ഉണ്ട്, QR ഡിറ്റർമിൻസ് S ഉണ്ട്. അപ്പോൾ അവിടെ സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി റൂൾ യൂസ് ചെയ്യാം. അതാണ് ഇവിടെ ഫസ്റ്റ് 3 സ്റ്റെപ്സ് ആയിട്ട് എഴുതിയിരിക്കുന്നത്. P ഡിറ്റർമിൻസ് Q ഉണ്ട്, QR ഡിറ്റർമിൻസ് S ഉണ്ട്. അപ്പോൾ PR ഡിറ്റർമിൻസ് S എന്നുള്ളത് സ്യൂഡോ ട്രാൻസിറ്റിവിറ്റി റൂൾ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. PR ഡിറ്റർമിൻസ് U ഓൾറെഡി ഉണ്ട്. സോ നമുക്ക് 3rd-ഉം 4th-ഉം യൂസ് ചെയ്ത് യൂണിയൻ റൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ആൻസറായി. ഇതുപോലുള്ള സിമ്പിൾ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് ചെയ്യേണ്ടി വരുന്നത്. അല്ലാതെ കൂടിപ്പോയാൽ 5ഓ 6ഓ സ്റ്റെപ്പ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ കൂടുതൽ വലിയൊരു ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സാമിന് വരാൻ പോകുന്നില്ല. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ആക്സിയോംസിൻ്റെ കാര്യം പറയാനുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഓൾറെഡി ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻഫറൻസ് റൂൾസ് യൂസ് ചെയ്തിട്ടുണ്ടാവും പ്രീവിയസ് സെമസ്റ്ററിൽ. 6th മോഡ്യൂളിലും 5th മോഡ്യൂളിലും DCSൻ്റെ ലാസ്റ്റ് മോഡ്യൂളിലൊക്കെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഇൻഫർ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള റൂൾസ് യൂസ് ചെയ്ത് ഇൻഫറൻസ് റൂൾസൊക്കെ യൂസ് ചെയ്ത് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു സിമ്പിൾ ഫോം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക.